നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ വളരെ മനോഹരമായ ഒരു സൂറത്തുണ്ട്, സൂറത്തു ഷിഫ. മാരകമായ അസുഖങ്ങൾക്ക് പോലും ഷിഫ നൽകാൻ ഉതകുന്ന ഒരു നല്ല സൂറത്ത്. ഏതാണ് ആ സൂറത്ത്? ആ സൂറത്ത് പാരായണം ചെയ്താൽ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സൂറത്തുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ഏതാണ് ആ ചരിത്രം? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആനിലെ വളരെ മനോഹരമായ ഒരു സൂറത്താണ് സൂറത്തു ഷിഫ. മാരകമായ അസുഖങ്ങൾക്ക് പോലും നമുക്ക് ഷിഫ നൽകാൻ ഉതകുന്ന ഒരു നല്ല സൂറത്ത്. നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കിയാൽ വലിയ വലിയ അസുഖങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് ഷിഫ ഉണ്ട്. ആ സൂറത്തിന് മറ്റു പേരുകളുമുണ്ട്. ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, സബുൽ മസാനി, സൂറത്തുൽ ഹംദ്, അങ്ങനെ പല പേരുകൾ. അതിലൊരു പേരാണ് സൂറത്തു ഷിഫ. മാരകമായ അസുഖങ്ങൾക്ക് പോലും ഷിഫ നൽകുന്ന 7 ആയത്തുകളുള്ള സൂറത്ത്. ഏതാണ് ആ സൂറത്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് ഫാത്തിഹയാണ്, സൂറത്തുൽ ഫാത്തിഹ. വലിയ പ്രയാസങ്ങൾക്ക്, മാരകമായ അസുഖങ്ങൾക്കൊക്കെ ഷിഫ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പതിവാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ശിഫാഉൻ മിൻ കുല്ലി ദാ, അത് എല്ലാ അസുഖങ്ങൾക്കും ഷിഫ ആണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ സൂറത്തിന് മറ്റൊരു പേര് കൂടെയുണ്ട്, സൂറത്തു റുഖയ്യ, മന്ത്രിച്ചൂതുന്ന സൂറത്ത്. ആ സൂറത്ത് ഓതിക്കൊണ്ട് മന്ത്രിച്ചൂതിയാൽ അതിൽ ഫലമുണ്ട് എന്നാണ്. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു സംഘവും രാത്രി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായി, ഇനി മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അവരൊരു ഗ്രാമത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ ഗ്രാമവാസികളോട് എന്തായി സഹായം ചോദിച്ചു. ഞങ്ങൾക്ക് എന്തായി ഇന്നിവിടെ അന്തിയുറങ്ങാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു നൽകുമോ? അവരത് നിരസിക്കുകയാണ്. ആ സമയത്ത് അവരങ്ങ് മുന്നോട്ട് പോയപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും മന്ത്രിച്ചൂതാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വിസമ്മതിച്ചു. കാരണം ഇവരെന്തായി നമുക്ക് താമസിക്കാനുള്ള സൗകര്യം തന്നില്ലല്ലോ. അങ്ങനെ സമ്മതിക്കുകയാണ്. ഞങ്ങളെ ഗ്രാമത്തിൽപ്പെട്ട ഒരാൾക്ക് എന്തായി ജന്തുവിന്റെ കടിയേറ്റുകൊണ്ട് വിഷമേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്നൊന്ന് മന്ത്രിച്ചൂതണമെന്ന് പറയുകയാണ്. അങ്ങനെ മഹാനായ അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുക്കുകയാണ്. അവിടെ ചെന്നുകൊണ്ട് ഫാത്തിഹ ഓതിക്കൊണ്ട് ശരീരത്തിൽ ഒന്ന് തടവി കൊടുത്തേ ഉള്ളൂ. ഫാത്തിഹ ഓതി, മന്ത്രിച്ചൂതിയില്ല, ശരീരത്തിലൊന്ന് തടവിയേ ഉള്ളൂ. അപ്പത്തിന് എന്തായി, ആ വിഷം മാറിപ്പോയി എന്നാണ് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹദീസ്. അങ്ങനെ മഹാനായ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു എന്തായി 30 ആടുകളെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ 30 ആടുകളെ കൊടുത്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവരിങ്ങനെ പോരുമ്പോൾ അവർ ചർച്ച ചെയ്തു, 30 ആടുകളെ വാങ്ങിയത് കൂടിപ്പോയ കുറഞ്ഞു പോയ എന്ന്. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണത്. അതിന്റെ പാല് നിങ്ങൾ കുടിച്ചുകൊള്ളുക, വേണമെങ്കിൽ നിങ്ങൾ അതിനെ അറുത്ത് തന്നെ ഭക്ഷിച്ചു കൊള്ളുക എന്ന് ഹബീബായ തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫാത്തിഹ ഓതിക്കൊണ്ട് മന്ത്രിച്ചൂതിയാൽ വലിയ ഫലമുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഭ്രാന്തുള്ള ഒരാൾക്ക് ഫാത്തിഹ ഓതിക്കൊണ്ട് ഒരു സഹാബി മന്ത്രിച്ചൂതിയപ്പോൾ അതിന് ഷിഫ ലഭിച്ചതായിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മാരകമായ അസുഖങ്ങൾക്ക്, വലിയ വലിയ പ്രയാസങ്ങൾക്കൊക്കെ ഷിഫ ഫാത്തിഹയിലുണ്ട്. അത് ഉമ്മുൽ ഖുർആനാണ്. ഖുർആന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഫാത്തിഹ എന്ന് പറയുന്നത്. ആ ഫാത്തിഹ എല്ലാ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ഫാത്തിഹ ഓതുന്നത് നല്ലതാണ്. യാത്രക്ക് ഇറങ്ങുമ്പോൾ ഫാത്തിഹ ഓതി ദുആ ചെയ്തുകൊണ്ട് ഇറങ്ങുക. അതുപോലെ തന്നെ പഠനത്തിന് വേണ്ടി പോകുമ്പോൾ ഫാത്തിഹ ഓതി ദുആ ചെയ്തുകൊണ്ട് പോവുക. അതുപോലെ തന്നെ പ്രസവത്തിന് വേണ്ടി, കല്യാണത്തിന് വേണ്ടി, നിക്കാഹിന് വേണ്ടി, മറ്റു നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, വീടിരിക്കുമ്പോൾ, കിട തുറക്കുമ്പോൾ, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എല്ലാ കാര്യത്തിലും ഫാത്തിഹ ഓതി ഒന്ന് ദുആ ചെയ്ത് തുടങ്ങിയാൽ അതിൽ വലിയ ബർക്കത്തുണ്ട്, വലിയ പുണ്യമുണ്ട് എന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ജീവിതത്തിൽ ഉണ്ടാകണം. ഫാത്തിഹ എപ്പോഴും ഉണ്ടാകണമെന്ന് ഉറപ്പെടുത്തുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ ഫാത്തിഹ അതിന് പറ്റും. ഫാത്തിഹ ഓതിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഫാത്തിഹ ഓതിക്കൊണ്ട് മന്ത്രിച്ചാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു സംരക്ഷണമുണ്ട് എന്നാണ്. ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയൊക്കെ ഓതി കയ്യിലൂതിക്കൊണ്ട് ശരീരത്തിലൊക്കെ തടവണം കിടക്കുന്ന സമയത്ത്. അത് മരണമൊഴികെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണമാണ്.
മരണം നമുക്ക് അതിൻ്റെ സമയമായാൽ ആ മരണം നാം പുൽകേണ്ടി വരും. അതിന് യാതൊരുവിധ പരിഹാരവുമില്ല. പക്ഷേ അസുഖങ്ങൾക്കൊക്കെ ഷിഫ ഫാത്തിഹയിലുണ്ട്. അതുകൊണ്ട് ഫാത്തിഹ ജീവിതത്തിൽ പതിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്തും ആയത്തുൽ കുർസിയൊക്കെ വീട്ടിൽ പാരായണം ചെയ്താൽ പൈശാചികമായ ജിന്നിയായ എല്ലാ ഷർറുകളിൽ നിന്നും വീടിനെ കാക്കും. സിഹറുകളിൽ നിന്ന്, അതുപോലെ തന്നെ കണ്ണേറിൽ നിന്നൊക്കെ മക്കളെ കാത്ത് സംരക്ഷിക്കാൻ ഫാത്തിഹ ഓതിക്കൊണ്ട് മക്കളെയൊക്കെ മന്ത്രിച്ചൂതി കൊടുക്കുക. കരയുന്ന കുട്ടികൾക്കൊക്കെ ഫാത്തിഹ ഓതിക്കൊണ്ട് മന്ത്രിച്ചൂതി കൊടുത്താൽ അതിനെന്തുണ്ട്, പരിഹാരമുണ്ടാകും. പൈശാചികമായ ഷർറ് കൊണ്ടൊക്കെ കരയുന്ന കുട്ടികൾ ഉണ്ടാകും. അവർക്കൊക്കെ ഫാത്തിഹ ഓതിക്കൊണ്ട് എന്ത് ചെയ്യുക, ഓതി മന്ത്രിച്ചൂതി കൊടുക്കുക. അതിലെന്തുണ്ട്, ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. ആ ഫാത്തിഹ സൂറത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് പോലും സംരക്ഷണം നമുക്ക് ലഭിക്കുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഫാത്തിഹയ്ക്ക് 7 ആയത്തുകളാണ്, നരകത്തിന് 7 കവാടങ്ങളാണ്. ആ 7 വാതിലുകളെ, നരകത്തിന്റെ 7 വാതിലുകളെ ഫാത്തിഹയുടെ 7 ആയത്തുകൾ കൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് ഫാത്തിഹ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഇൻഷാ അല്ലാഹ്. എന്നും ചൊല്ലാറുള്ള ദിക്ർ ചൊല്ലി ചെറുതായിട്ട് ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇൻഷാ അല്ലാഹ് ചെറുതായിട്ട് ദുആ ചെയ്ത് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. അല്ലാഹു റഹ്മാനെ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീ കാക്കണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വീടിനെ എല്ലാവിധ ഷർറുകളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ റഹ്മാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.